ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ ഇന്നത്തെ വീഡിയോ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്റ്റുഡൻസിന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ? ഇല്ല. കാരണം എന്താ? നഴ്സിംഗിനായിട്ടുള്ള കോളേജസ് കേരളത്തിൽ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്മിഷൻ ഇവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കേരളത്തിൻ്റെ തൊട്ടടുത്ത സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാട്, കർണാടക, അവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. കേരളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടകയിൽ നഴ്സിംഗിന് കേരളത്തിനെക്കാട്ടിലും 4 ഇരട്ടി സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പണ്ട് മുതലേ കേരളത്തിലെ നഴ്സിംഗിന് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് മംഗലാപുരത്തും ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. 2020 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ റൂള് പ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു റൂള് വന്നതിന് ശേഷം 2022 മുതൽ കർണാടകയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റിൽ നഴ്സിംഗ് ഉൾപ്പെടുത്തി. ഇത് വന്നതോടുകൂടി കർണാടകയിലുള്ള സ്റ്റുഡൻസിന് മാത്രമല്ല കേരളത്തിലുള്ള സ്റ്റുഡൻസിനും മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസിനും കർണാടകയിൽ പോയി നഴ്സിംഗ് പഠിക്കാൻ സാധിക്കും. കർണാടകയിൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എക്സാം എഴുതി അതിൽ എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് പ്രമുഖ കോളേജസിൽ അതും സ്കോളർഷിപ്പോട് കൂടി BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ കർണാടകയിൽ പോയി BSc നഴ്സിംഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് KCET എക്സാം, അതായത് കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് നിർബന്ധമായി എഴുതിയിരിക്കണം. അപ്പോൾ ഈ ഒരു KCET എക്സാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ, അതായത് എക്സാം ഡേറ്റ്, അപ്ലിക്കേഷൻ ഡേറ്റ്, അഡ്മിറ്റ് കാർഡ് വരുന്ന ഡേറ്റ്, ഇങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യാം. കർണാടകയിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ BSc നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഈ ഒരു KCET എക്സാം നിർബന്ധമായും അറ്റൻഡ് ചെയ്തിരിക്കണം. ഈ ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന അലോട്ട്മെന്റിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ KCET എക്സാം ഡേറ്റ് കർണാടക ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 16, 17 ദിവസങ്ങളിലായിട്ടായിരിക്കും എക്സാം വരുന്നത്. എക്സാമിനുള്ള അപ്ലിക്കേഷൻ ഡേറ്റ് ജനുവരി 23 ഓപ്പൺ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 18. സോ ആരും മറക്കാതെ തന്നെ വേഗം പോയി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റേക്സും കൂടാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ 1st വീക്കോട് കൂടിയിട്ട് ആ ഒരു കറക്ഷൻസ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമും നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കർണാടകയിലെ പ്രമുഖ കോളേജസിൽ സ്കോളർഷിപ്പോട് കൂടി BSc നഴ്സിംഗ് പഠിക്കാതിരിക്കുന്ന എല്ലാ സ്റ്റുഡൻറ്റും KCETക്ക് വേഗം തന്നെ പോയി അപ്ലൈ ചെയ്യാം. ഈ ഒരു എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ 3 സെക്ഷൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ബയോളജി, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് www.kea.kar.nic.in എന്ന വെബ്സൈറ്റിലാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർക്ക് ആവശ്യമുണ്ട്. ലൈക്ക് SSLC +2 സർട്ടിഫിക്കറ്റ്സ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ് ഡീറ്റെയിൽസ്, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ എന്നിങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക. ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും വേണം കൊടുക്കാനായിട്ട്. കാരണം അതിലേക്കായിരിക്കും OTP, വെരിഫിക്കേഷൻ കോഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം വരിക. സോ വേഗം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് us.